ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സിവിക്സിലെ PYQ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് എല്ലാ കൂട്ടുകാരും അവസാനം വരെ കാണാൻ ശ്രമിക്കണം, മാർക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും, എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സിവിക്സിന്റെ PYQ റിവിഷൻ ക്ലാസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായിട്ടാണ് ഈ ക്രാന്തി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ക്രാന്തി എന്നത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പഠിക്കാം. ഈ ക്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാന സ്തംഭങ്ങളിൽ ഒന്നാണ് ഈ ക്രാന്തി. 2015 തുടക്കം കുറിച്ച ഈ ദേശീയ ഗവേണൻസ് പ്ലാൻ 2.0 പ്രകാരം എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ കാര്യക്ഷമമായതും സുതാര്യവുമായും പൗരന്മാർക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. അപ്പൊ ഇതൊരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. അതായത് ഗവേണൻസ് പ്ലാൻ 2.0 എന്ന ആ ഒരു കാറ്റഗറി പെടുന്ന പദ്ധതിയാണ് ഈ ക്രാന്തി എന്ന് പറഞ്ഞ പദ്ധതി. ഈ പദ്ധതി പ്രകാരം എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ കാര്യക്ഷമമായും സുതാര്യമായും പൗരന്മാർക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ വിദ്യാഭ്യാസം, ഈ ആരോഗ്യം, ഈ ബാങ്കിംഗ് എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങൾ മൊബൈൽ വഴി ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന പരീക്ഷയ്ക്ക് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഈ ക്രാന്തിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. അപ്പൊ ഈ ക്രാന്തിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തേത്, സേവനങ്ങൾ ഇലക്ട്രോണിക് രീതിയിൽ, അതായത് എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി നൽകുക. ഡിജിറ്റൽ സാക്ഷരത, PMG ദിശ പോലുള്ള പദ്ധതികളിലൂടെ ഗ്രാമീണ മേഖലയിൽ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുക. മേഖല തിരിച്ചുള്ള സേവനങ്ങൾ, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, നീതിന്യായം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിൽ ഗവേണൻസ് പ്രയോഗിക്കുക. പിന്നെ ഈ ക്രാന്തിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. ഗ്രാമങ്ങളിൽ വരെ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്നിവയാണ് ഈ ക്രാന്തിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. മൊത്തത്തിൽ ഒന്ന് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രാന്തിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം എന്നാണ് വെച്ചത്. ലോകസഭാ സ്പീക്കർ വരുമോ? ഇല്ല. ഇന്ത്യൻ ഉപരാഷ്ട്രപതി വരുമോ? ഇല്ല. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരുമോ? ഇല്ല. പിന്നെ ആരാണ് വരുന്നത്? ഓപ്ഷൻ സി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് വരുന്നത്. നമുക്ക് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതിനായി താഴെ പറയുന്നവർ ഉൾപ്പെട്ട ഒരു സമിതിയാണ് ശുപാർശ നൽകുന്നത്. അപ്പൊ ആ സമിതിയുടെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആ സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രധാനമന്ത്രിയാണ് ആ സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അംഗമായിട്ട് വരുന്നത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. അപ്പൊ ആരാണ്? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും വരും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും വരും കേട്ടോ. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അതുപോലെ മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് പ്രധാനമന്ത്രി, അംഗങ്ങളായിട്ട് വരുന്ന ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമാണ് വരുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് നിലവിലെ ആരാണ്? രാഹുൽ ഗാന്ധിയാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം 2005 പാസ്സായത്. ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറായിട്ട് വന്നത് ആരാണ്? ആദ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. അതോടൊപ്പം തന്നെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് വന്നത് ദീപക് സന്ധു ആണ്. അപ്പൊ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒന്നുകൂടെ പറയാം, നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്? കേന്ദ്ര സർക്കാരിൽ തന്നെ, അതായത് കേന്ദ്ര സർക്കാരിൽ തന്നെയുള്ള ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റാൻഡമായിട്ട് പെട്ടെന്ന് നോക്കിപ്പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, ഇന്ത്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയത് 1986 ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് ഈ നിയമം നിലവിൽ വന്ന ഡിസംബർ 24 ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ നമ്മുടെ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. അതുപോലെ തന്നെ ഈ നിയമം ഒന്ന് ഭേദഗതി ചെയ്താണ്, അതായത് പുതിയ നിയമം വന്നിരുന്നു. 1986 നിയമത്തിന് പകരം കൂടുതൽ പരിഷ്കാരങ്ങളോടുകൂടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നു. ഇത് 2020 ജൂലൈ 20 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. പഠിച്ചു വെക്കണേ. അപ്പൊ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത്, അതായത് എന്താണ്, ഒന്ന് ഭേദഗതി ചെയ്ത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2020 ജൂലൈ 20 മുതലാണ് ഇത് നിലവിൽ വന്നത്. അതായത് അതിന്റെ ഭേദഗതി നിയമം, അതായത് പരിഷ്കാരങ്ങളോടുകൂടിയ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20 മുതലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ത്രിതല സംവിധാനമുണ്ട്. അതായത് പരാതികൾ പരിഹരിക്കുന്നതിനായി ഈ നിയമപ്രകാരം 3 തലങ്ങളിലുള്ള കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്. ഇതെല്ലാം ഓരോ ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ഉപഭോക്തൃ ഒരു കമ്മീഷനിൽ വരേണ്ട ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ നമ്മുടെ ഒരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ക്ലാസ്. അതൊരു 40-45 മിനിറ്റ് ഉള്ള ക്ലാസ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല, എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് പോകുന്നത്. ഇപ്പോൾ 3 തലങ്ങളിലുള്ള കമ്മീഷനുകളാണുള്ളത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അപ്പൊ സംസ്ഥാന കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്നു, ഉപഭോക്തൃത്തിന്റെ സംസ്ഥാന കൗൺസിലിന്റെ അധ്യക്ഷനാരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സംസ്ഥാന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യ ചുമതലയുള്ള മന്ത്രിയായിരിക്കും കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യം ചുമതലയുള്ള മന്ത്രിയായിരിക്കും. ഉപഭോക്തൃ സംരക്ഷണ അതിന്റെ കൗൺസിലായിട്ട്, സംസ്ഥാന കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് നമുക്ക് നോക്കാം. ശരിയല്ലാത്തത് ഏതാണെന്നാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾക്ക് ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. ശരിയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കാൻ കഴിയൂ. ശരിയാണ്. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. അപ്പം ഇവിടെ ചോദിച്ചത് ശരിയല്ലാത്തതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ ഭാഗം 15 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പരാമർശിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. UPSC അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പഠിച്ചു വെക്കണേ. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. SPC അതായത് സ്റ്റേറ്റ് PSC അംഗങ്ങൾ, കേരള PSC പോലുള്ള സ്റ്റേറ്റ് PSC അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തായതുകൊണ്ട് തന്നെ നിയമിക്കുന്നത് ഗവർണറും, കേന്ദ്രത്താരാണ്? അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയും, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറുമാണ്.
അതുപോലെ തന്നെ ഇവരുടെ കാലാവധി ഒന്ന് പഠിച്ചു വെക്കണം. UPSCയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ UPSC ചെയർമാന്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം വരുന്നത്. സ്റ്റേറ്റ് PSC ആണെങ്കിൽ സെയിം തന്നെയാണ്, സെയിം അല്ല, ഒരു വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് PSC ആണെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്, ഏതാണോ ആദ്യം വരുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് PSC അംഗങ്ങൾ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് കേട്ടോ. സ്റ്റേറ്റ് PSC അംഗങ്ങൾ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്, എന്നാൽ അവരെ നീക്കം ചെയ്യാൻ അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് PSC അംഗങ്ങൾ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്, പക്ഷേ എന്നാൽ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ് കേട്ടോ. ഡോക്ടർ അജയ് കുമാർ ആണ് നിലവിലെ UPSC ചെയർമാൻ. ആരാണ്? അജയ് കുമാർ ആണ്. നിലവിലെ കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 2011 കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി നടന്ന 2011 സെൻസസ് ആണ്. 2011 ഏറ്റവും അവസാനമായിട്ട് സെൻസസ് നടന്നത്. ഇത് ഇന്ത്യയിലെ 15ാമത്തെ ദേശീയ സെൻസസ് ആയി കാണുന്നു കേട്ടോ. 15ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് 2026 ഏപ്രിൽ മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ 2026 ഏപ്രിൽ മുതൽ ആരംഭിക്കുകയാണ്. ഡിജിറ്റൽ സെൻസസ് അതായത് വിവരങ്ങൾ ശേഖരിക്കാൻ പേപ്പർ ഫോമുകൾക്ക് പകരം മൊബൈൽ ആപ്പുകളും വെബ് പോർട്ടലുകളുമായി ആണ് ഉപയോഗിക്കുന്നത്. ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം ഈ ഡിജിറ്റൽ സെൻസസിലുണ്ട്. നിലവിലെ സെൻസസ് ആൻഡ് രജിസ്ട്രാർ കമ്മീഷണർ ആരാണ്? നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? അപ്പൊ അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ പാർലമെന്റ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കാം, നമുക്ക് പഠിച്ചു വെക്കാം, റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ 312 അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾ 312 പ്രകാരമാണ് അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിനും അവയുടെ സേവന വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്നതിനും പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നത്. പഠിച്ചു വെക്കണേ, ഇന്ത്യൻ ഭരണഘടനയുടെ 312 അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 312 പ്രകാരമാണ് അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിനും അവയുടെ സേവന വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്നതിനും പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ 3 അഖിലേന്ത്യാ സർവീസുകളാണുള്ളത്. ഒന്ന് IAS എന്താണെന്നറിയാലോ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. രണ്ടാമത്തെ IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. മൂന്നാമത്തെ IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. 1966 രൂപീകരിച്ചത്. അപ്പോൾ നമുക്ക് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് 2 മാത്രമേ ഉള്ളൂ, IAS IPS മാത്രമേ ഉള്ളൂ. പിന്നെ 1966 IFS കൂടി ആഡ് ചെയ്തത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. അഖിലേന്ത്യാ സർവീസുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണെങ്കിലും അവർക്ക് നിയമന ഉത്തരവ് നൽകുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഖിലേന്ത്യാ സർവീസുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണെങ്കിലും അവർക്ക് നിയമന ഉത്തരവ് നൽകുന്ന ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഈ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ അന്തിമ നിയന്ത്രണാധികാരം കേന്ദ്ര സർക്കാരിനായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കറിയാം UPSC നമ്മുടെ കളക്ടറൊക്കെ ഇല്ലേ, അവരൊക്കെ എന്താണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇവരുടെ അന്തിമ നിയന്ത്രണാധികാരം കേന്ദ്ര സർക്കാരിനായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 311 പ്രകാരമാണ് അവർക്ക് സുരക്ഷ നൽകുന്നത് കേട്ടോ. അതായത് നമുക്ക് പഠിച്ചു പോവാം. ആർട്ടിക്കിൾ 311 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസുകാർക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ കവചമാണിത്. അന്വേഷണമില്ലാതെ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ പാടില്ലെന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, ആർട്ടിക്കിൾ 311 സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നത്. അതായത് സിവിൽ സർവീസുകാർക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ കവചമാണിത്. അന്വേഷണമില്ലാതെ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ പാടില്ലെന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസോടെ പഠിച്ചു പോവാം. ആർട്ടിക്കിൾ 310 എന്താണ്? ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് അറിയപ്പെടുന്നതാണ്. അതായത് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ താല്പര്യപ്രകാരം സിവിൽ സർവീസുകാർക്ക് പദവിയിൽ തുടരാം എന്ന് ഇത് പറയുന്നു. ആർട്ടിക്കിൾ 310. ആർട്ടിക്കിൾ 312 എന്താണ്? അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 312. രാജ്യസഭയ്ക്കാണ് പുതിയ സർവീസുകൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക അധികാരം ഉള്ളത്. ഇനി ആർട്ടിക്കിൾ 315 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷണർ, UPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷണേഴ്സ്, SPSC എന്നിവയുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 315. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എന്തൊക്കെയാണെന്നാണ് പരീക്ഷ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ ഫീസ് നൽകേണ്ടതില്ല, ശരിയാണ്. അതോടൊപ്പം തന്നെ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നതിനടുത്ത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത് തെറ്റാണ്. അതുപോലെ തന്നെ ഒരു പൊതു അതോറിറ്റിയെ തെറ്റായ വിവരങ്ങൾ അപേക്ഷ നൽകുന്നിടത്ത് അതും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്, അറിഞ്ഞിരിക്കണേ. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് 10 രൂപയാണ് അപേക്ഷാ ഫീസും. കേരളത്തിലും ഇത് 10 രൂപയാണ്. കോടതി മുദ്രയോ പോസ്റ്റൽ ഓർഡറോ ഉപയോഗിക്കാം. സാധാരണ അപേക്ഷകൾക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. സാധാരണ അപേക്ഷകൾക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ മറുപടിയായി 35 ദിവസം വരെ എടുക്കാം. ഒന്നാം അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിലോ തൃപ്തികരമല്ലെങ്കിലോ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം. ശിക്ഷാ നടപടികൾ മനഃപൂർവ്വം വിവരങ്ങൾ നൽകാതിരുന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഓരോ ദിവസത്തെയും വൈകലിനും 250 രൂപ വീതം പരമാവധി 25,000 രൂപ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ട് കേട്ടോ. നമ്മൾ വിവരാവകാശ നിയമങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഒരു ക്ലാസ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം പഠിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണം. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. അതുപോലെ തന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, അല്ലെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, അതും ശരിയാണ്. അപ്പൊ ആൻസർ പറഞ്ഞാൽ വില പേശാനുള്ള അവകാശമാണ് ഉപഭോക്താവിന് ഇല്ലാത്തത് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എന്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു നിയമപരമായ സ്ഥാപനമാണ്, അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലൂടെ നിലവിൽ വന്നതിനാലാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ, എന്ന് വിളിക്കുന്നത്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം എന്നാണ് 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവനാണ്. ഇതിന്റെ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർമാനും മറ്റ് 5 അംഗങ്ങളും, അംഗങ്ങളല്ലാത്ത മറ്റ് ചില പദവിയിലുള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു. ചെയർമാൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം ഇതിന്റെ ചെയർമാൻ. അവരുടെ നിയമനം, ചെയർമാന്റെ മറ്റംഗങ്ങളുടെ നിയമനം പ്രധാനമന്ത്രി അധ്യക്ഷനായ 6 അംഗ സമിതിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് കേട്ടോ. ഏതാണ് ആദ്യം വരുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ തങ്ങളുടെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്കുമാണ് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് പ്രഥമ ചെയർമാൻ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ PYQ ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്ടുമാണ് പഠിച്ചത്, സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സിവിക്സിന്റെ വിവരാവകാശ നിയമങ്ങൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ നിയമം, ഇതെല്ലാം നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പോയി ജസ്റ്റ് കാണുക. ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ടോപ്പിക്കുകളുടെയും PYQ റിവിഷൻ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പൊ നമ്മൾ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.